PFIയുടെ കണ്ടുകെട്ടിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് കത്ത് നൽകിയിരിക്കുന്നു. സംസ്ഥാനം കണ്ടുകെട്ടിയ അക്കൗണ്ട് വിവരങ്ങൾ അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാനം ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. രാജീവ് ദേവരാജ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാജീവ്, നമുക്കറിയാം നിരോധിത സംഘടനയാണ് PFI. അന്ന് നിരോധിച്ചതിന് ശേഷവും ഇവരുടെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ സ്വത്തുവകകൾ അതൊക്കെ കണ്ടുകെട്ടുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഒരു പ്രത്യേക വിഭാഗത്തെ അലോസരപ്പെടുത്താതെ അല്ലെങ്കിൽ അവരിൽ അതൃപ്തി ഉണ്ടാക്കാതെ കാര്യങ്ങൾ പതുക്കെ കൈകാര്യം ചെയ്താൽ മതി എന്ന ഒരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടുകെട്ടിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആരാഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് കത്ത് നൽകിയിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തെ സംസ്ഥാന സർക്കാർ? രാജീവ്. അനിൽനമ്പ്യാർ, 2022 സെപ്റ്റംബർ 28 ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. PFIയും അനുബന്ധ സംഘടനകളെ നിരോധിച്ചുകൊണ്ട് 2022 സെപ്റ്റംബർ 28 കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അതിന് മുന്നോടിയായി തന്നെ സെപ്റ്റംബർ 27 രാജ്യത്തൊട്ടാകെ PFI ഭീകരരെ കണ്ടെത്താനും അവരുടെ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപകമായ റെയ്ഡുകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസി അത്തരമൊരു റെയ്ഡ് സംസ്ഥാനത്ത് നടത്തിയപ്പോഴുണ്ടായ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ഈ റെയ്ഡ് വിവരം രാവിലെ തന്നെ ചോരുന്ന സാഹചര്യം ആയിരുന്നു. PFI ഭീകരരെ കണ്ടെത്താനും അവരുടെ കൈവശമുള്ള രേഖകൾ കണ്ടെത്താനുമൊക്കെയായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഈ പലർക്കും ഇത് സംബന്ധിച്ച വിവരം പോലീസിൽ നിന്ന് ചോർന്നു നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയരുകയും ചെയ്തതാണ്. ഇതിനുശേഷം ഈ പരിശോധനകളൊന്നും കേരള പോലീസിനെ ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചിരുന്നില്ല. 28 ഈ ഉത്തരവ് പുറത്തിറക്കുകയും PFIയും അനുബന്ധ സംഘടനകളെയും നിരോധിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കർശനമായ നിർദ്ദേശം നൽകിയതാണ്. PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം, ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്ന്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് അനുകൂലമായൊരു നടപടി ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നത് കേരളവും രാജസ്ഥാനുമാണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയത് എന്നാണ്. കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ രാജസ്ഥാൻ ആ ഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന കേന്ദ്ര ഇൻ്റലിജൻസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും തുടർ നടപടികൾ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പേരിന് മാത്രമായി ഈ PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിക്രമങ്ങൾ ഒതുങ്ങുകയായിരുന്നു. ഇതോടെ ദേശീയ അന്വേഷണ ഏജൻസി വീണ്ടും റെയ്ഡുമായി രംഗത്ത് വരികയും മലപ്പുറത്തെ ഗ്രീൻ വാലി കണ്ടുകെട്ടുകയും ചെയ്തു. ഇത് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമാണ്. അതായത് ഈ നിരോധനം കഴിഞ്ഞ് ഏകദേശം 2 വർഷത്തോടടുക്കുമ്പോഴായിരുന്നു ഈ ഗ്രീൻ വാലി കണ്ടുകെട്ടുന്നത്. അതായത് അതാത് സംസ്ഥാന സർക്കാരുകളാണ് ഇത് സംബന്ധിച്ച നടപടികൾ തുടർന്ന് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് അത്രയും ഒരു കാലതാമസം വന്നത്. പിന്നീട് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികൾ ഉണ്ടാകാതെ വന്നതോടെയാണ് ദേശീയ അന്വേഷണ ഏജൻസി വീണ്ടും ഇടപെടുന്നതും ഗ്രീൻ വാലി കണ്ടുകെട്ടുന്നതും. ഗ്രീൻ വാലി കണ്ടുകെട്ടുന്ന വേളയിൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരുന്നത് രാജ്യത്ത് തന്നെ PFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ പരിശീലന കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്രീൻ വാലി. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു PFI പ്രവർത്തിച്ചു വന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ആ ഘട്ടത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇടുക്കിയിൽ റിസോർട്ടിന് സമാനമായി പ്രവർത്തിച്ചിരുന്ന PFIയുടെ മറ്റൊരു ആയുധ പരിശീലന കേന്ദ്രവും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടുന്നത്. മാത്രമല്ല ഇതിനുശേഷവും ഈ ചില അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര ഇൻ്റലിജൻസ് സംസ്ഥാനത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള നടപടികളിലേക്കും സംസ്ഥാനം പോയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് PFIയുടെ പേരിൽ ഇപ്പോഴും എറണാകുളത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് പ്രവർത്തിക്കുന്നു, ബസ് കാത്തിരിപ്പ് കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ഈ സമാനമായ സാഹചര്യത്തിൽ രാജീവ്, സത്യസരണി മതപരിവർത്തന കേന്ദ്രം PFIയുമായിട്ട് ഏറ്റവും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ആ സത്യസരണിയുടെ സ്വത്തുകളും ED കണ്ടുകെട്ടിയതാണ്. പക്ഷേ സത്യസരണി ഇപ്പോഴും രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നു. സത്യസരണിയുടെ ചെയർമാനാണ് അല്ലേ, കഴിഞ്ഞ ദിവസം ജനം TV-യാണ് അത് പുറത്തുവിട്ടത്. സത്യസരണിയുടെ ചെയർമാൻ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഫണ്ട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴും രഹസ്യമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കണ്ണടച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയല്ലേ?
തീർച്ചയായും നമ്പ്യാർ, സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ആവർത്തിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് ഒരു പരാതികളല്ല സംസ്ഥാനത്തിൽ ലഭിച്ചിരുന്നത്. നേരത്തെ നിരവധി പരാതികൾ ഈ മതമാറ്റം ഉൾപ്പെടെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്നു. ഈ കാര്യത്തിലും കൃത്യമായൊരു ഇടപെടൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരമൊരു നിരോധനത്തിന് ശേഷം പോലും കൃത്യമായൊരു ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന പോലീസിനോ കഴിയുന്നില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്ക് നേരിട്ട് രംഗത്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, നേരത്തെ ഞാൻ രാജസ്ഥാൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. രാജസ്ഥാനിൽ പിന്നീട് ഭരണമാറ്റം ഉണ്ടായപ്പോൾ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ PFIക്കെതിരെ ഉണ്ടായപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് കേരളത്തിൽ ഈ PFI ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രമായി കേരളം മാറുന്നു. കേരളത്തിൽ പരിശീലനം ലഭിച്ചവരാണ് രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്കെത്തി, മറ്റ് ഭാഗങ്ങളിലേക്കെത്തി ബോംബാക്രമണം ഉൾപ്പെടെ നടത്തുന്നത് എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് കൈമാറിയിരുന്നു. PFIയുടെ കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ ഒരു അപ്രഖ്യാപിത ഹർത്താൽ കേരളത്തിൽ PFIയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതിനെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംസ്ഥാനത്തുണ്ടാവുകയും കോടികളുടെ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കേരള ഹൈക്കോടതിയാണ് ഈ നാശനഷ്ടം ഉണ്ടാക്കിയവരിൽ നിന്ന് തന്നെ കൃത്യമായി തുക ഈടാക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയത്. ഇത് എത്രത്തോളം ഇഴഞ്ഞു നീങ്ങി എന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ്. അതായത് പലതവണ ആവർത്തിച്ച് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും കൃത്യമായൊരു നടപടിയിലേക്ക് സംസ്ഥാനം നീങ്ങിയില്ല. PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള യാതൊരു നടപടിക്രമങ്ങളും സ്വീകരിച്ചിരുന്നില്ല എന്നത് കണ്ടതാണ്. പിന്നീട് ഹൈക്കോടതി സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയെ ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. അവിടെ എത്തി മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് നടപടിക്രമങ്ങൾ അവസാനിച്ചത്. ഇതിനുശേഷം പേരിന് മാത്രമായി ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിനുശേഷം നിരോധനം എത്തുന്നു. നിരോധനം എത്തുമ്പോൾ കൃത്യമായി ഈ അനുബന്ധ സംഘടനകളുടെയും PFIയുടെയും അക്കൗണ്ട് വിവരങ്ങൾ എത്രത്തോളമാണ്, ആ അക്കൗണ്ട് വഴി പണം എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കണമെന്ന കർശനമായ നിർദ്ദേശമായിരുന്നു സംസ്ഥാനത്തിന് നൽകിയിരുന്നത്. എന്നാൽ സംസ്ഥാനം ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംസ്ഥാനത്തിന് സംഭവിച്ചു എന്ന വലിയ വിമർശനം ഉയരുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ രേഖാമൂലം നൽകാനുള്ള ഒരു നിർദ്ദേശം നിലവിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകേണ്ടി വരും. കൃത്യമായ മറുപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകേണ്ടി വരും. ഈ അക്കൗണ്ട് വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല, മാത്രമല്ല എന്തുകൊണ്ട് ഇത് മരവിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലമ്പ്യ. യെസ്, PFIയുടെ കണ്ടുകെട്ടിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് കത്ത് നൽകി. സംസ്ഥാനം കണ്ടുകെട്ടിയ അക്കൗണ്ട് വിവരങ്ങൾ അറിയിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനം ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. രാജീവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.